ഹൈറ്റ് കുറവാണോ എന്നെ പോലെ? എത്ര നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ഫൈനലി എന്തോ ഒന്ന് മിസ്സായൊരു ഫീലിംഗ് വരാറില്ലേ? ആക്ച്വലി പ്രോബ്ലം വരുന്നത് നിങ്ങളുടെ ഹൈറ്റിന്റെ അല്ല, നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതിയുടെയാണ്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് രീതി അറിഞ്ഞാൽ നിങ്ങൾക്കും ഈസിലി ടോള് പോലെ തോന്നാം. ഹേ ഓൾ, വെൽക്കം ടു ഐറ ഗ്ലോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈറ്റ് കുറഞ്ഞ ഗേൾസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്, എന്നെ പോലെ. സോ ഹൈറ്റ് കുറഞ്ഞ ഗേൾസിനുള്ള ബെസ്റ്റ് ഔട്ട്ഫിറ്റ് ഐഡിയാസും സ്റ്റൈലിംഗ് ടിപ്സും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ പറയാനുള്ളത് പ്രിന്റ്സ് ഉള്ള ഡ്രസ്സ് വെയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെയുള്ള ഡ്രസ്സ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ നമ്മൾ ഹൈറ്റ് കുറഞ്ഞ ഗേൾസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? വലിയ വലിയ പ്രിന്റ്സ് ഉള്ള ഡ്രസ്സൊക്കെയാണ് നമ്മൾ വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയെ കുറച്ചുകൂടി ഷോർട്ടായിട്ട് തോന്നിക്കുകയാണ് ചെയ്യുന്നത്. സോ ഓൾറെഡി നീളം കുറഞ്ഞിട്ടുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാർ ഈ ഒരു ബിഗ് പ്രിന്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹൈറ്റ് ഒന്നുകൂടി കുറഞ്ഞതുപോലെ തോന്നിക്കും. സോ അതിന് പകരം നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ ഇഷ്ടമാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രിന്റ്സ് ഒക്കെ ഉള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സമയത്ത് അത് നമ്മുടെ ലുക്കിനെ ഒന്ന് കുറച്ചുകൂടി നീളം കൂടുതലുള്ളതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു സിമ്പിൾ ചേഞ്ച് ആണ്, പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇനി ബോട്ടം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാൻസ് ഒരിക്കലും ലോ വേസ്റ്റ് പാൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ലോ വേസ്റ്റ് പാൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കാലിന്റെ നീളം കുറഞ്ഞതുപോലെയാണ് തോന്നിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൈറ്റ് എന്താകും? ഒന്നുകൂടി ഷോർട്ട് ആയതുപോലെ നമുക്ക് തോന്നും. ഇൻസ്റ്റഡ് നിങ്ങൾ ഹൈ വേസ്റ്റ് പാൻറ് ഉപയോഗിക്കുക. നമ്മളെ ഷോർട്ട് ഗേൾസ് ഹൈ വേസ്റ്റ് പാൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് കുറച്ചുകൂടി നീളമുള്ളതുപോലെ തോന്നും. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ലുക്കിൽ തന്നെ നമുക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളതുപോലെ ആണ് അത് തോന്നിക്കുന്നത്. ശരിക്കും ഇതൊരു മാജിക് ട്രിക്കാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ പാൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ഗേൾസ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ വേസ്റ്റ് പാൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് കളർ കോമ്പിനേഷന്റെ കാര്യം. സോ നിങ്ങൾ റാൻഡം ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പം ടോപ്പ് വേറൊരു കളറ്, പാൻറ് ബോട്ടം വേറൊരു കളറ് ചൂസ് ചെയ്യുന്ന സമയത്ത് അത് ബോഡീനെ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താ, നമ്മുടെ ഹൈറ്റ് ഒന്നുകൂടി കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യാൻ കാരണമാവും. അപ്പൊ നമ്മൾ ഷോർട്ട് ഗേൾസ് ഒരിക്കലും ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ടോപ്പിലും ബോട്ടത്തിലും എടുക്കാതെ മോണോക്രോം ഔട്ട്ഫിറ്റ്സ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ടോപ്പും ബോട്ടവും ഒരേ കളർ ഇല്ലെങ്കിൽ സെയിം കളറിന്റെ തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സ് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയുള്ള സമയത്ത് എന്താവും, നമുക്ക് ടോപ്പ് ടു ബോട്ടം ഒരു കണ്ടിന്യൂസ് ലുക്ക് തോന്നും. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഫൈനൽ നമ്മുടെ ഒരു ലുക്ക് വരുമ്പം അത് കുറച്ചുകൂടി നമുക്ക് നീളം കൂടിയ ഒരു ഫീല് തോന്നാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് നല്ല നീളം കുറഞ്ഞതുപോലെ തോന്നിക്കില്ല, കുറച്ചുകൂടി ഒരു നീളമുള്ള ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇനി നിങ്ങൾ ക്രോപ്പ് ടോപ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടോപ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതാണ് വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലെഗിനെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു നീളം കൂടിയ ഒരു ഫീല് തോന്നിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. ഇനി ആരും അധികം ശ്രദ്ധിക്കാത്തൊരു പോർഷൻ, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫുട് വെയർ ചൂസ് ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നതാണ് ഫുട് വെയറിന്റെ. ഡെയിലി നിങ്ങൾ ഫ്ലാറ്റ്സ് മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഹൈറ്റ് ഒരു പെർമനന്റ് ആയിട്ടുള്ളത് പോലെ തന്നെ തോന്നിക്കും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, സ്മോൾ ഹീൽസ് അല്ലെങ്കിൽ സ്മോൾ വെഡ്ജസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഹൈറ്റ് ബൂസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിക്കും. സോ ഡെയിലി യൂസിന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹീൽസ് അല്ലെങ്കിൽ വെഡ്ജസ് മാത്രം യൂസ് ചെയ്യുക. കാരണം ഈ ഹീൽസ് എപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ഹീൽസ് യൂസ് ചെയ്യുന്നത് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് എത്രയാണോ ഹീൽസ് വരുന്നത് അല്ലെങ്കിൽ വെഡ്ജസ് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. നെക്സ്റ്റ്, ലൈൻസ് ഉള്ള ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്ത് ആർക്കും ഈ ഒരു സംഭവം അറിയില്ല. എന്താണ്, ഇവിടെ ഒരു ചെറിയ ടിപ്പ് ഉണ്ട്. നമുക്ക് ഷോർട്ട് ഗേൾസിന് ഹൈറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേർട്ടിക്കൽ ലൈൻസ് യൂസ് ചെയ്യുക. ഇപ്പം ഷർട്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രോക്ക് മോഡൽ ഡ്രസ്സ് ആയിക്കോട്ടെ മിഡി ഡ്രസ്സ് ആയിക്കോട്ടെ, ഇതാണെങ്കിലും നിങ്ങൾ വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് വരുന്ന ഡ്രസ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ബോഡി സ്ട്രെച്ച് ആയിട്ട് തോന്നിക്കും, അതുവഴി ഹൈറ്റ് ഉള്ള ഒരു ഫീല് തോന്നും. ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് നിങ്ങൾ വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉള്ള ഹൈറ്റിൽ നിന്ന് കുറച്ചുകൂടി ഹൈറ്റ് കുറവാകാൻ വേണ്ടിയിട്ട് മാത്രമേ, അത് കുറവായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമേ അത് ഹെൽപ്പ് ചെയ്യൂ. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ലൈൻസ് അല്ലെങ്കിൽ സ്ട്രൈപ്സ് ഉള്ള ഡ്രസ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെർട്ടിക്കൽ സ്ട്രൈപ്സ് ഓർ ലൈൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കറക്റ്റ് സ്റ്റൈലിംഗ് ടിപ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഗേൾസിനും നല്ല അടിപൊളിയായിട്ടുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഡ്രസ്സ് വെയർ ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കാൻ നോക്കിക്കോളൂ. നിങ്ങളുടെ ലുക്ക് തന്നെ ചേഞ്ച് ആവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ഔട്ട്ഫിറ്റ് ഐഡിയാസും സ്റ്റൈലിംഗ് ടിപ്സും ഒക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.